ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പ്രത്യക്ഷീകരണ തിരുനാൾ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെയും 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോ തൻ്റെ ദൗത്യവുമായിട്ട് കടന്നു വരുന്നതിനെ കുറിച്ച് മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണിത്. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബലൂൺ നഫ്താലി അതിർത്തിയിലൂടെ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നസ്രത്തിൽ ജീവിച്ച യേശു പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കഫർനാമിലാണ്. വലിയ ജനബാഹുല്യമുള്ള, എന്നാൽ അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു ചേരുന്ന ഒരിടമാണ് കഫർനാം. യേശു ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് കഫർനാമിലാണ്. ടൗൺ ഓഫ് ജീസസ് എന്നാണ് കഫർനാം അറിയപ്പെടുന്നത് തന്നെ. ഇവിടെ ഈശോ ഇങ്ങനെ ഇടപെട്ട് തുടങ്ങുമ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്ന ഒരു വരി ശ്രദ്ധേയമാണ്. വാക്യം ഇങ്ങനെയാണ്: വിജാതീയരുടെ ഗലീലി അന്ധകാരത്തിൽ സ്ഥിതിചെയ്യുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്ക് ഒരു ദീപ്തി ഉദയം ചെയ്തു. ഒരു വെളിച്ചമുണ്ടായി. ഞാനാണ് ലോകത്തിന്റെ പ്രകാശം എന്ന് പറഞ്ഞ ഈശോയുടെ ആ വെളിപ്പെടുത്തൽ, അത് തന്നെയാണ് ഈ പ്രത്യക്ഷീകരണ തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യ ദിവസത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഈശോയാണ് വെളിച്ചം എന്ന് പറയുന്നതിന് ചേർത്ത് വെച്ചുകൊണ്ട് വിജാതീയരുടെ ഗലീലിൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ ഇരുട്ടും വെളിച്ചവും എന്ന് പറയുന്നത് ബൈബിളിലുടനീളം ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. നമ്മൾ ബൈബിള് തുടങ്ങുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഭൂമിയിൽ അന്ധകാരം നിറഞ്ഞിരുന്നു. എന്നിട്ട് പറയുന്ന വാക്യം ഇങ്ങനെയാണ്: അന്ധകാരം നിറഞ്ഞിരുന്നു, ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാവട്ടെ. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു, ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ. അപ്പം ഇരുട്ട് എന്ന് പറയപ്പെടുന്നത് ഒരു വസ്തുതയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വെളിച്ചം കടന്നു വരുന്നു ദൈവം. നമ്മൾ ഫിലോസഫിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ വെളിച്ചം, ഇരുള് എന്ന് പറയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട വസ്തുത. അതിൽ ഇരുള് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു റിയാലിറ്റി അല്ല എന്നും, ഇരുള് അഥവാ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ലൈറ്റ്, വെളിച്ച ഇല്ലായ്മയെ വിളിക്കുന്ന പേരാണ് ഇരുള്. ഇരുള് അതിൽ തന്നെ ഒരു യാഥാർത്ഥ്യമല്ല, വെളിച്ചമാണ് യാഥാർത്ഥ്യമെന്നും വെളിച്ചം എന്ന യാഥാർത്ഥ്യം ഇല്ലാതിരിക്കുന്നതാണ് ഇരുളെന്നും ആണ് ഫിലോസഫിക്ക് നമ്മൾ പറയുന്നത്. അതായത് സത്യവും അസത്യവും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ജീവനും മൃത്യു എന്ന് പറയുന്നത്, അമർത്യതയും മൃത്യു എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അപ്പം നമുക്കിങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും, ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് ജീവനെന്നും സത്യമെന്നും വെളിച്ചമെന്നും നമ്മൾ വിളിക്കുന്നത്. ദൈവത്തിന്റെ അസാന്നിധ്യത്തെയാണ് മൃത്യുവെന്നും അസത്യമെന്നും ഇരുളെന്നും നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ബൈബിളിലുടനീളം പിന്നെയും നമ്മൾ ഈ ഇരുളിനെയും വെളിച്ചത്തെയും കുറിച്ച് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് 12-ാം അധ്യായത്തിൽ പെസഹായിൽ ദൈവം ഇടപെടുമ്പോൾ ആ സംഹാരദൂതൻ ഇടപെടുന്നത് ഇരുളിലാണ്. 12-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മൾ അർദ്ധരാത്രിയിൽ കടന്നു വരുന്ന സംഹാരദൂതനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ രാത്രി അഗ്നിസ്തംഭമായി വഴി നടത്തുന്ന ദൈവത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇരുളും വെളിച്ചം എന്ന് പറയുന്നത് ബൈബിളിലുടനീളം നമ്മൾ കാണുന്ന വസ്തുതയാണ്. സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഇടങ്ങളുണ്ടെങ്കിലും ഒരു 3 ഇടങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാവുന്നത്. ഒന്ന്, നിക്കോദേമോസ് ഈശോയെ സന്ദർശിക്കുന്ന സംഭവമാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്ന 3-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യത്തിലാണ് നിക്കോദേമോസ് ഈശോയെ കാണാൻ വരുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: നിക്കോദേമോസ് 3-ാം അധ്യായത്തിലെ 9-ാം വാക്യം, അല്ലെങ്കിൽ നമ്മൾ കാണാനായിട്ട് വരുന്ന സംഭവം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നിക്കോദേമോസ് എന്നൊരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു, റബ്ബി ഉണ്ടായിരുന്നു. ഈ യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അയാൾ രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വന്നു. യോഹന്നാൻ 3:2 അവൻ രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വന്നു. അപ്പൊ ഇരുളിൽ അയാൾ വെട്ടം തേടി വരികയാണ്. ഇവർ തമ്മിലുള്ള സംഭാഷണം അവസാനിക്കുന്നത് യോഹന്നാൻ 3:19 അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഈശോ പറയുകയാണ്, പ്രകാശം ലോകത്തിലേക്ക് വന്നു,
മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവന്റെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നവൻ അവന്റെ വെളിച്ചത്തിലേക്ക് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവൻ വെളിപ്പെടുന്നു. അപ്പം നിക്കോദേമോസ് ഇരുളിലായിരുന്ന നിക്കോദേമോസ് വെളിച്ചം തേടി ക്രിസ്തുവിന്റെ അരിയിലേക്ക് വരുന്നു. എന്നിട്ട് ഈ സംഭാഷണം അവസാനിക്കുന്നത് വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. താനാണ് വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന ഗുരു എന്ന വാക്കുണ്ട്. ഗു എന്നതിന് ഇരുളെന്നും രു എന്നതിന് നീക്കുന്നവൻ എന്നുമാണ് അർത്ഥം. ഈ രണ്ട് വാക്കുകൾ ചേരുമ്പോഴാണ് ഗുരു എന്ന വാക്കുണ്ടാവുന്നത്. ഇരുള് നീക്കുന്നവൻ, ഇരുള് നീക്കിക്കളയുന്നവൻ, ഗുരു. ഈശോയുടെ ഈ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. സുവിശേഷം ആരംഭിക്കുന്നിടത്ത് അവന്റെ പിന്നാലെ നടന്നു തുടങ്ങി ശിഷ്യന്മാരെ വിളിക്കുന്നുണ്ട് റബ്ബി. സുവിശേഷം അവസാനിക്കാറാകുമ്പോൾ മഗ്ദലനവരും വിളിക്കുന്നുണ്ട് റബ്ബോനി, മൈ മാസ്റ്റർ, എന്റെ ഗുരുവേ എന്നാണ് അർത്ഥം. എന്റെ ഗുരുവേ എന്നാണ് മലയാളത്തിൽ നമ്മൾ തർജ്ജമ ചെയ്യുന്നത്. അപ്പൊ ഇരുളകറ്റുന്നവന്റെ ഇടപെടലാണ് നമുക്ക് കാണാൻ സാധിക്കുക. വീണ്ടും സുവിശേഷത്തില് വ്യക്തമായിട്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നൊരു വസ്തുത. യോഹന്നാന്റെ സുവിശേഷം 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഈ പറയുന്ന രീതിയിൽ ഇരുളിനെ കുറിച്ച് കാണുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ 27-ാം വാക്യം, അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യൂദാസിന്റെ കാര്യം പറയുന്നത്. എന്നിട്ട് 30-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തേക്ക് പോയി, അപ്പോൾ രാത്രിയായിരുന്നു. അവൻ ഇരുളിലേക്ക് ഇറങ്ങിപ്പോയി, നശിച്ചു. അപ്പക്കഷ്ണം യോഗ്യതയില്ലാതെ സ്വീകരിച്ചിട്ട് അവൻ ഇരുളിലേക്ക് ഇറങ്ങിപ്പോയി, നശിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് കാണുന്നത്. യോഗ്യതയോടുകൂടി അപ്പക്കഷ്ണം സ്വീകരിക്കുന്നവൻ, കർത്താവിന്റെ ശരീരം സ്വീകരിക്കുന്നവൻ പ്രകാശത്തിലേക്ക് പ്രവേശിക്കും. അതാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യത്തിൽ വായിക്കുന്നത്. എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ഈശോ അപ്പം മുറിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, അവൻ അപ്പം മുറിച്ചപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറന്നു, അവര് വെളിച്ചത്തിലേക്ക് പ്രവേശിച്ചു. യോഗ്യതയോടുകൂടി അപ്പം ഭക്ഷിക്കാനായിട്ടിരിക്കുമ്പോൾ അവർ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരുളും വെളിച്ചവും നമ്മള് കർത്താവിനെ അന്വേഷിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി, യോഗ്യതയോടുകൂടി, വിശുദ്ധിയോടുകൂടി ദിവ്യകാരണത്തിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ വെളിച്ചത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതില്ലാതെ പോകുമ്പോൾ നമ്മൾ ഇരുളിലേക്ക് പോകുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമ്മൾ ബൈബിളിൽ കൃത്യമായിട്ടും പറയുന്നില്ലെങ്കിലും ഈ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ വിലാവിലേക്ക് കുത്തിക്കയറ്റിയ കുത്തി മുറിവുണ്ടാക്കിയ ലോഞ്ചനൂസ് എന്ന പടയാളി പാതി കാഴ്ചയുള്ളവനായിരുന്നുവെന്നും അവിടെ നിന്നും പുറത്തേക്കൊഴുകിയ രക്തവും തിരുജലവും കണ്ണിൽ പതിച്ചപ്പോൾ അയാൾ പൂർണ്ണ കാഴ്ചയുള്ളവനായി മാറിയെന്നും പറയുന്നുണ്ട്. അപ്പൊ അവിടെയും അയാളുടെ പാതി കാഴ്ചയെ പൂർണ്ണ കാഴ്ചയായി വെളിച്ചമായി മാറുന്ന ഈശോയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മള് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മരണത്തിന്റെ നിഴല് വീണ, ഇരുള് വീണ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഭയപ്പെടുകയില്ല, അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നുണ്ട്. അപ്പം കർത്താവിന്റെ വചനത്തിലും കുദാശയിലും ഉറപ്പുള്ളവനായി മുൻപോട്ട് പോകുന്നവന് ഇരുളൊരു പ്രശ്നമല്ല. അവൻ ആ മരണത്തിന്റെ ഇരുള് വീണ താഴ്വരയിലൂടെ പോകുമ്പോഴും അവൻ വെളിച്ചം കാണും. അപ്പൊ പ്രത്യക്ഷീകരണം, എപ്പിഫനി എന്ന് പറയുന്നതിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ സുവിശേഷം വായിക്കുന്നത്. ഈ സെബുലൂൺ നഫ്താലി പ്രദേശത്തുണ്ടായിരുന്ന അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. അവർക്ക് മേൽ ഒരു ദീപ്തി ഉദയം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുമ്പോൾ ഇരുള് മാറുന്നിടത്തേക്കാണ് നമ്മുടെ യാത്ര. വെളിച്ചത്തേക്കാണ് നമ്മുടെ യാത്ര. നമ്മള് ആ 3 രാജാക്കന്മാര് നക്ഷത്ര വെളിച്ചം കണ്ട് ക്രിസ്തുവാകുന്ന നീതി സൂര്യനിലേക്ക് എത്തിച്ചേർന്നത് പോലെ ക്രിസ്തു എന്ന വെളിച്ചത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അതിന് ഈ വചനമാകുന്ന നക്ഷത്രം നമ്മളെ വഴിതെളിക്കട്ടെ. വചനമാകുന്ന നക്ഷത്രം വഴിതെളിച്ച് ക്രിസ്തു ദിവ്യകാരുണ്യമാകുന്ന നീതി സൂര്യനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.